അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ട് ഇറാനെ ആക്രമിച്ചു. എന്തിനാ ആക്രമിച്ചത്? ഇറാൻ അവരെ ആക്രമിച്ചിട്ടാ? അല്ല, നേരെ മറിച്ച് ആണവായുധമുണ്ട് എന്നും അത് നിർമ്മിക്കുന്നത് വലിയ അപകടം ഉണ്ടാക്കുന്നു. ആരാ പറയുന്നത്? ആണവായുധം ഓൾറെഡി ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ധാർഷ്ട്യത്തോടു കൂടിയാണ് അമേരിക്ക പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനുഷ്യർക്ക് ബുദ്ധിയുള്ള, ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളും അറിയാവുന്ന സകലമാന മനുഷ്യർക്കും അറിയാം. പിന്നെ അറിയാത്തത് ഈ പറഞ്ഞ പോലെ സയനിസ്റ്റുകൾക്കും പിന്നെ സംഘികൾക്കും കൃസംഘികൾക്കും ഇസ്ലാം വിരുദ്ധർക്കുമായ കുറേ ആളുകൾക്ക് അതൊന്നും തിരിയണില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മതത്തിൻ്റെ പേരിൽ കണ്ടുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ചത്ത് തൊലയട്ടെ എന്നുള്ള വളരെ വിഷമുള്ള മനോഭാവത്തോടു കൂടി അത്തരം ആളുകളെയൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അവിടുത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖംനയിയെ വധിച്ചു, നജാദിനെ വധിച്ചു, ഒരുപാട് രാഷ്ട്രതലവന്മാരെ വധിച്ചു, സ്കൂളുകളിലേക്ക് ബോംബിട്ടു, ഒരുപാട് കുട്ടികൾ മരിച്ചു, സാധാരണക്കാരായ ആളുകൾ. അതോടുകൂടി ഇറാൻ തിരിച്ചടി തുടങ്ങി. തിരിച്ചടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, GCC കൺട്രികൾ, നമ്മൾ ഈ വലിയ പെരുന്നാളിനും അതേപോലെ തന്നെ നോമ്പിനൊക്കെ കേട്ടിട്ടുണ്ട്. ഒമാൻ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലും നാളെ പെരുന്നാളാണ് അല്ലെങ്കിൽ നാളെ നോമ്പാണ് എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുണ്ട്. പക്ഷേ ഒമാന് പോലും രക്ഷയില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഏതായാലും UAE അടക്കം സൗദി അറേബ്യയിലെ ഇന്നലെ US കൗൺസിലേറ്റിന് നേരെ ശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട്. ട്രംപ് പറയുന്നു തിരിച്ചടിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ നെതന്യാഹുവിൻ്റെ ഓഫീസ് ശക്തമായ രീതിയിലുള്ള തിരിച്ചടിയിൽ, ഇറാൻ്റെ തിരിച്ചടിയിൽ തകർന്നു പോയിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കണ് നേരെ ശക്തമായ അടിയുണ്ടായിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്ന രംഗം കണ്ടു. അമേരിക്ക പറയുന്നു അത് കുവൈത്ത് സൗഹൃദപരമായ വെടിവെപ്പാണ് എന്നുള്ള വളരെ എന്താ പറയുക, അത്ഭുതത്തോടു കൂടി നോക്കിക്കാണേണ്ട വാക്കുകളുമായിട്ടാണ്, നമുക്ക് പരിഹാസ്യകരമായ വാക്കുകളുമായിട്ടൊക്കെ അമേരിക്ക രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ കണ്ടു. ഏതായാലും ശക്തമായ രീതിയിലുള്ള, അതായത് ലോകശക്തികൾക്ക് മുമ്പിൽ വലിയ ഒരു പ്രഹരം തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ ഏൽപ്പിക്കും, ഒരു വലിയ ശക്തി കൊണ്ട് ഞങ്ങൾ നേരിടും എന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെ ഈ പറയുന്ന ഇറാൻ്റെ ആളുകൾ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറയുന്നുണ്ട് ഞങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെവി കൊള്ളില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖംനയിയെയാണ് ഇവർ വധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഖംനയിയൊക്കെ ഇത്ര പെട്ടെന്ന് വധിക്കാൻ സാധ്യമായത്? ഇത് ശരിക്ക് ചാരസംഘടനകളുടെ അവരുടെ മികവാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഖംനയിയെ വധിച്ചതിനെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വായിച്ചു ഞാൻ. അതായത് നമ്മുടെ ട്രാഫിക് സിഗ്നലിലെ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ പോലും ഹാക്ക് ചെയ്തുകൊണ്ട് ഈ ഖംനയിയുടെ പരിചാരകർ എവിടെ പോകുന്നു, എങ്ങനെയൊക്കെ താമസിക്കുന്നു, എവിടെയൊക്കെ അവർ ഒഴിവു സമയങ്ങൾ ഇരിക്കുന്നു, ഖംനയിയുടെ ഈ പറയുന്നത് പോലുള്ള ഫോണുകൾ കോളുകളൊക്കെ ചോർത്തിക്കൊണ്ട് വർഷങ്ങൾ നീണ്ട പരിശ്രമം എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരാളെ ടാർഗറ്റ് ചെയ്ത് പദ്ധതി ഇട്ടുകൊണ്ട് എത്ര രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ ഇവരിങ്ങനെ ഈ രീതിയിലുള്ള ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ലോകത്തമ്മാടിത്തം എന്ന് പറയുന്നത്. അതായത് ഇവർക്കൊക്കെ, ഇസ്രായേലിനും അമേരിക്കക്കൊക്കെ എപ്പോഴും കടന്നു വരാനും അവരെ സ്വീകരിച്ചു കൊണ്ടുമൊക്കെ താലോലിച്ചു പോകുമ്പോൾ അവർ നമുക്ക് കൊട്ടുന്നൊരു പണിയുണ്ട്. അതേ പണിയാണ് ഇവിടെ ഇറാനിലും ഇവരൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. പിന്നെ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി പലർക്കും, ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള പല ആളുകൾക്കും അത് ഷിയ സുന്നി വിഷയമായി മാറിയിട്ടുണ്ട്. ശരിക്കും നമ്മളതിനെ കാണേണ്ടത് ലോകത്തമ്മാടി രാഷ്ട്രമായ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായി നട്ടലോടുകൂടി നിവർന്നു നിന്നുകൊണ്ട് അവരുടെ യാതൊരു വിധത്തിലുള്ള തമ്മാടിത്തപരമായ കാര്യങ്ങളും അംഗീകരിക്കൂല എന്ന് ഉറക്കെ പറഞ്ഞ് സധൈര്യം പറഞ്ഞുകൊണ്ട് ഈ ഖംനയി എവിടേക്കും പോയില്ല, മുങ്ങില്ലല്ലോ അയാൾ. അദ്ദേഹം അവിടെ തൻ്റെ കൊട്ടാരത്തിൽ തന്നെ കുടുംബങ്ങളോടൊപ്പം താമസിച്ചു, എന്തു വന്നാലും നേരിടും എന്നുള്ള കണ്ടീഷനിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി. അതിപ്പോൾ ഷിയ എന്നല്ല, ഒരു ഹിന്ദു, ഇപ്പം നമ്മളിപ്പോൾ മതത്തിൻ്റെ പേരിൽ അളക്കുന്ന ആൾക്കാരോട് പറയാം, ഇപ്പോൾ ഒരു ഹിന്ദു അല്ലെങ്കിൽ മതമില്ലാത്തൊരു പ്രസിഡൻ്റ് ആണെങ്കിലും ആ നിലപാടിനോട് യോജിക്കാതിരിക്കാൻ എങ്ങനെ കഴിയാം? സാമ്രാജ്യത്വ ശക്തികളായ ഇസ്രായേലിനോടും അമേരിക്കയോടും സന്ധിയില്ലാതെ മുട്ടുമടക്കാതെ മുന്നോട്ട് വന്ന നേതാവിനെക്കുറിച്ച്, അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക്
എങ്ങനെയാണ് പിന്നീട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി നിൽക്കുന്ന ഒന്നാണ്. പിന്നെ ഇപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ സംഘികളും കൃസംഘികളും ഈ പറയുന്ന ജൂത സയനിസ്റ്റുകളും ഒക്കെ ആഘോഷിക്കുന്നത് പോലെ ആരായാലും വേണ്ടില്ല, അയാളൊക്കെ മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലോ, അയാളൊക്കെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്ന മതവെറിയന്മാരടക്കമുള്ള ആളുകളുടെ ഒരേ കാറ്റഗറിയിലുള്ള പ്രതികരണങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കണ്ട. ഏതായാലും ഇതൊക്കെ ലോകരാജ്യങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം നൽകുന്നുണ്ട്. ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളെ രാജ്യമായ ഇന്ത്യ ആണെങ്കിലും ശരി, ഇവരൊക്കെ ഇവരുടേതായ ഇപ്പോൾ തീരുവ കൂട്ടി നമുക്ക് നമ്മുടെ മേൽ അവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കൂ, ഓരോ രാജ്യത്തിൻ്റെ മേലിലും അവർ അവരുടേതായ പ്രഷർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായ നിലപാടോടുകൂടി ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ അവകാശമാണ്. കാരണം അവരുടെ നേതാവിനെ ഇതുപോലെ ചെയ്തതുകൊണ്ടുള്ള അവരുടെ അവകാശമാണ് തിരിച്ചടിക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചു, നമ്മുടെ പോറ്റമ്മമാരായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ബാധിക്കുന്ന രീതിയിൽ GCC കൺട്രികളിലൊക്കെയുള്ള ഇത്തരം പ്രഹരം, ഇറാൻ്റെ തിരിച്ചടി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക വിമാനത്താവളത്തിലേക്കൊക്കെ ആണ് ഇവർ അടിക്കുന്നത് എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തുള്ള പല ആളുകളും ഇപ്പോൾ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ UAE പോലുള്ള രാജ്യങ്ങളിലും മറ്റുള്ള ബഹ്റൈനാകട്ടെ, കുവൈത്താകട്ടെ, ഒമാനാകട്ടെ, ഇവിടെയൊക്കെ മലയാളികളായ ആളുകൾ ധാരാളം ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരം അല്ല. യുദ്ധം ഒരുപാട് പാവപ്പെട്ട ആളുകളെ, പിന്നെ ഇനിയിപ്പോൾ നമുക്കറിയാം ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എണ്ണയുടെ വരവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയിലേക്ക് പോകും, ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പോൾ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെയൊക്കെ കാരണം എങ്ങനെയൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഇതിനെ ന്യായീകരിച്ചാലും ഇതിൻ്റെയൊക്കെ കാരണം അമേരിക്കയാണ്, ഇസ്രായേലാണ്. ഇവരാണ് ലോകത്ത് മുഴുവൻ സമാധാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പോലും ആരും തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു മിഥ്യാധാരണൻ്റെ പുറത്തല്ലായിരുന്നു നിൽക്കുന്നത്. നേരെ മറിച്ച് ഇവരുടെ യുദ്ധം മാത്രം മതി എല്ലാവരുടെയും തൊള്ള പൊളിയാൻ എന്നുള്ളത് നമ്മൾ സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ആലോചിച്ചാൽ. പിന്നെ ഒരു മതപ്രഭാഷകൻ്റെ പ്രസംഗം കേട്ടു, നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിൻ്റെ. ബ്രോസ്റ്റ് ഒന്നും തിന്നാൻ പോലും ഇല്ല, കഞ്ഞി കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ. ബ്രോസ്റ്റ് പോയിട്ട് കഞ്ഞി കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം സമാധാനമായി പുലരട്ടെ. ഇവരുടെ തമ്മാടിത്തത്തെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ലോകരാജ്യങ്ങൾക്കും അവരുടെ മുമ്പിൽ രക്ഷയില്ല എന്നുള്ള വസ്തുതയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് യുദ്ധം ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ലോകമാണ്. ഇതിന് അതിർവരമ്പുകൾ ഇട്ടതും ഈ കോലത്തിൽ അധികാരത്തിൻ്റെ ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ രാജ്യങ്ങളായിട്ട് വിഭജിച്ചിട്ടൊക്കെ ഉള്ളത്. ഏതായാലും ഇതൊക്കെ മനുഷ്യർ താമസിക്കുന്ന ഇത്തരം പ്രതലങ്ങളിൽ മനുഷ്യരെ കൊല്ലുന്ന യുദ്ധങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. എന്നാൽ അക്രമികളുടെ കൈക്ക് പിടിക്കാതെ മുന്നോട്ട് പോയാൽ അവരെന്നും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ പ്രതിരോധം അപരാധമല്ല. ആ പ്രതിരോധത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ചെയ്തികളും മറ്റുമൊക്കെ വരുമ്പോൾ ലോകം മൊത്തം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റൊരു വസ്തുതയാണ് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.